ആഘോഷപരമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ തെളിവുകൾ എന്ന് ഒരു നബിദിനം വരുന്ന സമയത്ത് പല ആളുകളും അന്വേഷിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങയെ ഞാൻ അയച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്. പിന്നീട് ഖുർആനിൽ തന്നെ പറയുന്നത് നമുക്ക് കാണാം, വബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു, റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. റഹ്മത്ത് കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ. മുഹമ്മദ് നബിയാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിത്തങ്ങളെയാണ്. എന്തുകൊണ്ടാ ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞതിനർത്ഥം ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ റഹ്മത്താകുന്ന നബിത്തങ്ങളെ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്? ആ നബിത്തങ്ങൾ വന്നു ജനിച്ച ദിവസം തന്നെ സന്തോഷിക്കേണ്ടത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണല്ലോ. അപ്പൊ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ജനിച്ച ദിവസം സന്തോഷിക്കൽ, നബിദിനം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് അതാണ്. അവിടെ മൗലിദുകള്, മാലകള്, മദ്ഹുകള് ചൊല്ലി ഹബീബിന്റെ പ്രകീർത്തനം ചൊല്ലിക്കൊണ്ട് നമ്മൾ സന്തോഷിക്കുകയാണ്. ഇതൊക്കെ ആ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി നമുക്ക് അതിന്റെ തെളിവുകളിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. അപ്പോൾ ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ്. ഇക്കാര്യം പ്രസ്തുത വചനത്തിന്റെ വിശദീകരണത്തിൽ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അവിടെ അല്ലാമ ഇബ്നു കസീർ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. യുഖ്ബിറു തആല അന്നല്ലാഹ ജഅല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ലിൽ ആലമീൻ ഐ അർസലഹു റഹ്മത്തൻ ലഹും കുല്ലിഹിം فمن قبل هذه الرحمة وشكر هذه النعمة سعيد في الدنيا والآخرة ومن ردها وجهدها خسر الدنيا والآخرة. തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകർക്ക് മുഴുവനും അനുഗ്രഹമായി നിയോഗിച്ചതായി അല്ലാഹു തആല അറിയിക്കുന്നു. അതായത് അവർക്കെല്ലാവർക്കും റഹ്മത്തായി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹത്തെ സ്വീകരിക്കുകയും അതിനെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തവർ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചു. അതിനെ നിരസിക്കുകയും നിഷേധിക്കുകയും ചെയ്തവർ ഇരു ലോകത്തും പരാജയപ്പെട്ടു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് എന്ന് ഉദ്ദേശിച്ചത് അവിടെ റഹ്മത്ത് നബിത്തങ്ങളാണ്. അപ്പോൾ ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെട്ടു എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വെറും ഒരു നോമ്പെടുക്കൽ മാത്രമല്ലല്ലോ. ഇവിടെ പല തെറ്റിദ്ധാരണകളും പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ നബിദിനം ആഘോഷിക്കൂ എന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഉത്തമ നൂറ്റാണ്ടിലെ ആളുകൾ ആരെങ്കിലും ചെയ്തോ, അവർ ചെയ്തോ, ഇവർ ചെയ്തോ എന്നിങ്ങനെ അനാവശ്യ ചർച്ചകളിലേക്ക് വഴിവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതോ ആകട്ടെ, അപ്പോൾ ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യേണ്ടത് നമ്മുടെ മേൽ അത്യാവശ്യമാണ്. ലഭിച്ച അനുഗ്രഹം എടുത്തു പറയാനും അതിന് നന്ദി കാണിക്കാനും അല്ലാഹു തആല പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ദുഹാ സൂറത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് പറയുന്നതായിട്ട് കാണാം. നിന്റെ രക്ഷിതാവിൻ്റെ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലഭിച്ച അനുഗ്രഹം എടുത്തു പറയുന്നത് അതിനു നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് ഹദീസിലും വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ നളറത ഖാല കാനൽ മുസ്ലിമൂന യറൗന അന്ന മിൻ ശുക്രിൻ നിഅമി അൻ യുഹദ്ദിസ ബിഹാ. ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? ലഭിച്ച അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നതിനെ അവയ്ക്കു നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായാണ് മുസ്ലിങ്ങൾ കണ്ടിരുന്നത് എന്നർത്ഥം. എന്താ പറഞ്ഞത്? ലഭിച്ച അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നതിനെ അവയ്ക്കു നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായാണ്. അപ്പം എന്നാ ലഭിച്ച അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നതിന് അവയ്ക്ക് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗം തന്നെ. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു പറയുകയാണ് നമ്മൾ.
മദ്ഹ് ചെയ്യാണ്, ബുർദ പാരായണം, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലേ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് കാണാം, വദക്കിറുഹും ബിഅയ്യാമില്ലാഹി ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. അള്ളാഹുവിൻ്റെ നാളുകളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. തികഞ്ഞ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഇബ്രാഹിം സൂറത്തിൽ അല്ലാഹു തആല പറയുകയാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നാളുകളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. തികഞ്ഞ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിപ്പോൾ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ഇവിടെ എണ്ണിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച നാളുകളെപ്പറ്റി ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണല്ലോ അല്ലാഹു തആല പ്രസ്തുത വചനത്തിലൂടെ നമ്മോട് കൽപ്പിക്കുന്നത്. അപ്പോൾ സൃഷ്ടികളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വിശ്വാസികൾക്ക് മറ്റെന്തുണ്ട് അല്ലേ? ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ ആണ് എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചല്ലോ. ആ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിത്തങ്ങൾ ജനിച്ച ആ ഒരു ദിവസം അല്ലെങ്കിൽ മാസം, ആ ഒരു ദിവസത്തിനേക്കാൾ വലിയൊരു അനുഗ്രഹം പിന്നെ ഏതാണുള്ളത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരു അനുഗ്രഹം ആ അനുഗ്രഹത്തേക്കാൾ വേറൊരു അനുഗ്രഹം ഏതാ നമുക്കുള്ളത്? അതിനാൽ നബിത്തങ്ങളുടെ ജനനത്തെക്കുറിച്ചും ജനന സമയത്തെക്കുറിച്ചും ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നതും പാട്ടിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഒക്കെ അതൊക്കെ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താണ്? ഫബിദാലിക ഫല്യഫ്റഹു എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. എന്ത്? ആ അനുഗ്രഹം അല്ലേ നബിത്തങ്ങളാകുന്ന അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ് അതിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കലാണ് ഇതൊക്കെ. പാട്ട് പാടലും അതുപോലെ പ്രസംഗിക്കലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കലും ഒക്കെ ഈ ഒരു ഗണത്തിലാണ് ഇതിനെ നമ്മൾ പെടുത്താൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യൽ കൂടിയുള്ള കാര്യം തന്നെയാണ്. കാരണം അത് നബിത്തങ്ങളുടെ ജനന സമയത്തെക്കുറിച്ചുള്ള സന്തോഷ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇമാം നസാഇ സുനനിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ ഇപ്രകാരം കാണാം, സുമ്മ ഖാല انزل فصل فنزلت فصليت وقال أتدري أين صليت ببيت لحم حيث ولد عيسى عليه السلام. എന്താണ് പറഞ്ഞത്? ഇസ്രായേലിൻ്റെ രാത്രിയിൽ പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിച്ചു, ഇവിടെ ഇറങ്ങി താങ്കൾ നിസ്കരിക്കുക. അപ്പോൾ ഞാൻ ഇറങ്ങി നിസ്കരിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എവിടെയാണ് താങ്കൾ നിസ്കരിച്ചതെന്ന് അറിയുമോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ബൈത്തുർ റഹിമയിലാണ് താങ്കൾ നിസ്കരിച്ചത്. നസാഇ 446. അപ്പോൾ ഒന്നാമത്തെ ഹദീസ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച സമയത്തിനും രണ്ടാം ഹദീസ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച സ്ഥലത്തിനും ബഹുമാനമുണ്ടെന്ന് വ്യക്തമാക്കാനാണ്. അപ്പോൾ എങ്കിൽ സൃഷ്ടികളിൽ അത്യുന്നതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തിനും സ്ഥലത്തിനും ഏറെ ബഹുമാനം ഇല്ലാതിരിക്കാം. അപ്പോൾ ഇത് തെളിവ് പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇത്രയേറെ മറ്റു ആളുകൾ ജനിച്ച സമയത്തിന് പ്രത്യേകതകളുണ്ടെങ്കിൽ പിന്നെ ലോകർക്ക് മുഴുവനും അനുഗ്രഹമായ നബിത്തങ്ങൾ ജനിച്ച ദിവസത്തിനും മാസത്തിനും പ്രത്യേകത ഇല്ലാതിരിക്കുക എങ്ങനെയാണ്? ഈ വിമർശകരാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? വിമർശകർ തന്നെയാണ്. ഇതിനാഘോഷവുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് പറയാനും കഴിയും. പക്ഷേ ചില ആളുകൾ പറയുന്നില്ല എന്നാണ് പല ആളുകളുടെയും അപവാദ പ്രചരണങ്ങൾ. അത് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പറയാനുള്ളത്. എത്രയോ തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയും.
അനുഗ്രഹം ലഭിച്ചതിൻ്റെ പേരിൽ സന്തോഷിക്കാമെന്നും ആ ദിനത്തെ സന്തോഷ ദിനമായി ആഘോഷിക്കാമെന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. എന്താണ് മാഇദയിൽ പറയുന്ന ആ സൂക്തത്തിൽ പറയുകയാണ്, ഈ ദിനമുണ്ടല്ലോ, ആ ദിനം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്കു ഞാൻ പൂർത്തീകരിക്കുകയും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കു ഞാൻ പരിപൂർണമാക്കുകയും ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താ പറഞ്ഞത്? മനുഷ്യ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ തുടർന്നു വരുന്ന ഒരു മഹാദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പൂർവികരായ പ്രവാചകന്മാരുടെ തീവ്ര പരിശ്രമങ്ങൾക്ക് ശേഷവും 23 വർഷത്തെ അധ്വാനം വേണ്ടി വന്നു ഇസ്ലാമിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. അവരെ അതിലേക്ക് ആകർഷിക്കപ്പെടാനും ഇത്രയൊക്കെ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ഇസ്ലാം പൂർണ്ണത കൈവരിച്ചു. മാഇദ സൂറത്തിലെ ഈ 3-ാം വചനത്തിലൂടെ ഇക്കാര്യം അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പൂർത്തീകരണം മുസ്ലിങ്ങൾക്ക് വല്ലാത്ത അഭിലാഷമായിരുന്നു. അവർ കാത്തിരുന്ന ആ പൊൻപുലരി അതാ പിറന്നിരിക്കുന്നു. വലിയ അനുഗ്രഹം തന്നെയാണത്. പ്രസ്തുത സന്തോഷ വാർത്ത അവതരിപ്പിച്ച ദിവസത്തെ മുസ്ലിങ്ങൾ ഒരു ആഘോഷ ദിവസമായി പരിഗണിച്ചതായി പ്രമാണങ്ങൾ നമ്മോട് സംസാരിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഇമാം ബുഖാരി ഹദീസിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം, അൻ താരിഖ് ബിൻ ശിഹാബിൻ عن عمر بن الخطاب أن رجلا من اليهود قال له يا أمير المؤمنين آية في كتابكم تقرؤونها لو علينا معشر اليهود نزلت لأتخذنا ذلك اليوم عيدا. قال أي آية؟ قال اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. قال عمر قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفة يوم الجمعة وهو قائم بعرفة يوم جمعة. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. താരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്. യഹൂദർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഞങ്ങൾക്ക് അവതരിപ്പിച്ചിരുന്നെങ്കിൽ അതിനെ അവതരിപ്പിച്ച ദിവസത്തെ ഞങ്ങൾ ഉത്സവമാക്കുമായിരുന്നു. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് ഏത് ദിവസം അവതരിച്ചതെന്ന് എനിക്കറിയാം. ജുമുഅ ദിവസം അറഫയിൽ വെച്ചാണ് അത് അവതരിപ്പിച്ചത് എന്ന്. അതിനെ അവതരിപ്പിച്ച ദിവസത്തെ ഞങ്ങൾ ഉത്സവമാക്കുമായിരുന്നു എന്ന പരാമർശത്തെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ ലഅല്ലംനാഹു വജഅൽനാഹു ഈദൻ ലനാ ഫീ കുല്ലി സനത്തിൻ ലിഇലാമി മാ ഹസല ഫീഹി മിൻ ഇക്മാലിദ്ദീൻ. ആ ദിവസത്തെ ഞങ്ങൾ ആദരിക്കുകയും ദീൻ പൂർത്തിയാക്കുക എന്ന അതിമഹത്തായ കാര്യം ആ ദിവസത്തിൽ സംഭവിച്ചതുകൊണ്ട് എല്ലാ വർഷവും ആ ദിവസത്തെ ഞങ്ങൾ ഒരാഘോഷ ദിവസമാക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഫതുഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ പൂർത്തീകരണം മഹത്തായ അനുഗ്രഹമായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അത് ആഘോഷിക്കുന്നില്ല എന്ന ജൂതൻ്റെ ചോദ്യത്തിന് അത് അറഫ ദിവസവും വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം. ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ 2 ദിനങ്ങളും ഞങ്ങളുടെ ആഘോഷ ദിനങ്ങളാണ് എന്ന സൂചനയാണ് ഇതിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയുടെ ഉദ്ദേശം വിവരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. എന്താണ് എഴുതുന്നത്? വ മുറാദു ഉമർ റളിയല്ലാഹു അൻഹു അന്ന ഖദ് ഇസ്തഖദ്നാ ദാലികൽ യൗമ ഈദൻ മിൻ വജ്ഹൈനി ഫഇന്നഹു യൗമു അറഫത വയൗമു ജുമുഅത്തിൻ വകുല്ലു വാഹിദിൻ മിൻഹുമാ ഈദുൻ ലിഅഹ്ലിൽ ഇസ്ലാമി.
എന്താണ് പറയുന്നത്? രണ്ട് രൂപത്തിലൂടെ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കിയിരിക്കുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ദേശം, കാരണം ആ ദിവസം അറഫ ദിനവും വെള്ളിയാഴ്ച ദിവസവും അതുപോലെ വെള്ളിയാഴ്ച ദിവസവും ആയിരുന്നു എന്നാണ്. അത് രണ്ടും അത് മുസ്ലിങ്ങൾക്ക് ഉള്ള ആഘോഷ ദിവസമാണല്ലോ. അപ്പോൾ യഹൂദിയുടെ ചോദ്യവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയും എങ്ങനെ യോജിക്കുന്നു എന്ന സംശയത്തിന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. വഇന്ദി അന്ന ഹാദിഹി റിവായത ഇക്തഫാ ഫീഹാ ബിൽ ഇശാറതി വഇല്ലാ ഫറിവായതു ഇസ്ഹാഖ അൻ ഖബീസത്തല്ലതി ഖദ്ദംനാഹാ ഖദ് നസ്സത് അലൽ മുറാദി വലഫ്ലുഹു نزلت يوم جمعة يوم عرفة وكلاهما بحمد الله لنا عيد لفظ الطبري وطبراني وهما لنا عيدان وكذا عند الترمذي من حديث ابن عباس أن يهوديا سأله عن ذلك فقال نزلت في يوم عيدين يوم جمعة ويوم عرفة وظهر أن الجواب تضمن أنهم اتخذوا ذلك اليوم عيدا وهو يوم الجمعة واتخذوا يوم عرفة عيدا لأنه ليلة العيد. എന്താണ് പറയുന്നത്? ഇമാം ബുഖാരി ഈ റിവായത്തിൽ സൂചന കൊണ്ട് മതിയാക്കി എന്നാണ് എൻ്റെ അഭിപ്രായം. അറഫ ദിവസം വെള്ളിയാഴ്ചയാണ് പ്രസ്തുത വചനം അവതരിച്ചത്. അത് രണ്ടും ഞങ്ങൾക്ക് ഈദാണ്. ഇത് തൊബരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രയോഗമാണ്. തൊബറാനി റളിയല്ലാഹു അൻഹുവിന്റെ പരാമർശം, അത് രണ്ടും ഞങ്ങൾക്ക് രണ്ട് ഈദുകളാണ് എന്നാണ് ഇതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. ഒരു യഹൂദിയുടെ ചോദ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം മറുപടി നൽകി. രണ്ട് ആഘോഷങ്ങളുടെ ദിനത്തിലാണ് അത് അവതരിപ്പിച്ചത്, വെള്ളിയാഴ്ച അറഫ ദിവസം. അപ്പോൾ പ്രസ്തുത ആയത്ത് അവതരിപ്പിച്ച ദിവസത്തെ ആഘോഷ ദിവസമായി സ്വഹാബത്ത് കണ്ടിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി ഉൾക്കൊള്ളുന്നുവെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എപ്പോഴാണ്? അത് വെള്ളിയാഴ്ച ദിവസമാണ്. പെരുന്നാളിൻ്റെ രാത്രിയായതിനാൽ അറഫ ദിവസത്തെയും ആഘോഷമായി കാണാമല്ലോ എന്ന ആ ഒരു കാര്യം, അത് വലിയൊരു അനുഗ്രഹം ലഭിച്ച ദിവസത്തെ ബഹുമാനിക്കാമെന്നും ഓരോ വർഷവും ആ ദിവസം ഉത്സവമായി ആചരിക്കാമെന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. അല്ലെങ്കിൽ വ്യക്തമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറഫ ദിവസം ഹാജിമാരില്ലാത്തവർ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായ കാര്യമാണ്, ശക്തമായ സുന്നത്താണ്. അല്ലാഹു തആല പറയുന്നത് കാണാം, ഖലീസ ഇബ്നു മറിയമ അല്ലാഹുമ്മ റബ്ബന അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. മറിയമിൻ്റെ മകൻ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആകാശത്തു നിന്ന് ഒരു ഭക്ഷണത്തളിക നീ ഇറക്കിത്തരണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യത്തിലുള്ളവനും അവസാനത്തിലുള്ളവനും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കും അത്. ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ എന്ന ദുആ. നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് മാഇദയിൽ പറയുന്നത് കാണാം. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഒരു വലിയ അനുഗ്രഹം ആവശ്യപ്പെടുന്ന കാര്യമാണ് പ്രസ്തുത വചനത്തിലെ പരാമർശം. അപ്പോൾ അവർ അനുഗ്രഹത്തെ ആവശ്യപ്പെടുന്നത് തന്നെ നീ അനുഗ്രഹം ചെയ്താൽ അതൊരു ആഘോഷ ദിനമാക്കി മാറ്റാം എന്ന വാഗ്ദാനത്തോടെയാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക. നീ ഒരു അനുഗ്രഹം ചെയ്താൽ അതൊരു ആഘോഷ ദിനമാക്കി മാറ്റാം. അവിടെ പോയിന്റാക്കി വെച്ചോളി. ഒരു ആഘോഷമാക്കി മാറ്റാം എന്ന വാഗ്ദാനത്തോടെയാണ് അള്ളാഹു തൻ്റെ അടിമകൾക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ സന്തോഷം കൊണ്ടാടുന്നത്. മനസ്സിലായോ?
അപ്പോൾ നമ്മൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നബി അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അനുഗ്രഹത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചോളെ. അതെങ്ങനെ സന്തോഷിക്കുക? നബിത്തങ്ങളുടെ ദിനങ്ങൾ വരുമ്പോൾ നബിത്തങ്ങളെക്കുറിച്ച് പാടുക, പറയുക, നബിദിനം ആഘോഷം, ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു വചനം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു എഴുതുന്നത് നമുക്ക് നോക്കാം. മഅനാഹു നത്തഖിദുൽ യൗമ അല്ലദീ നസലത് ഫീഹി ഈദൻ നുഅല്ലിമുഹു നഹ്നു വമൻ ബഅദനാ. ഭക്ഷണത്തളിക ഇറങ്ങിയ ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കുകയും ആ ദിവസത്തെ ഞങ്ങളും ഞങ്ങൾക്ക് ശേഷം വരുന്നവരും ആദരിക്കുകയും ചെയ്യുമെന്നാണ് ഈ ആയത്തിൻ്റെ ആശയം എന്ന് അവിടെ വിവരിക്കുന്നത് കാണാം. ഇനി ഇമാം റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ഐ നത്തഖിദുൽ യൗമല്ലദീ തൻസിലു ഫീഹിൽ മാഇദത്തു ഈദൻ നുഅല്ലിമുഹു നഹ്നു വമൻ യഅതി ബഅദനാ വനസലത് യൗമൽ അഹദി വത്തഖദഹു നസ്വാറ ഈദാ. ഭക്ഷണത്തളിക ഇറങ്ങുന്ന ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കും, ആ ദിവസത്തെ ഞങ്ങളും ഞങ്ങൾക്ക് ശേഷം വരുന്നവരും ആദരിക്കുകയും ചെയ്യും. ഞായറാഴ്ച ദിവസമാണ് തളിക ഇറങ്ങിയത്, ആയതിനാൽ ക്രൈസ്തവർ അതിനെ ആഘോഷമാക്കി. അപ്പോൾ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങൾ ആഘോഷിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണല്ലോ ഈ ഒരു ആയത്തിലൂടെ. അല്ലാഹു തആല പറയുന്നത് കാണാം, യാ യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂരി വഹുദാ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. മനുഷ്യരേ, ഓ സത്യവിശ്വാസികളെ, നിശ്ചയമായിട്ടും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സതുപദേശവും ഹൃദയങ്ങളിലേക്കുള്ള ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും അനുഗ്രഹവും വന്നു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുക, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഈ റഹ്മത്ത് ലഭിച്ച കാരണത്താൽ മുസ്ലിങ്ങൾ സന്തോഷിക്കാമെന്നാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത്? റഹ്മത്ത് കൊണ്ട് ലഭിച്ച ഈ റഹ്മത്ത് കൊണ്ട് നമുക്ക് ലഭിച്ച കാരണത്താൽ മുസ്ലിങ്ങൾ സന്തോഷിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് കാരണം എന്താണ്? അത് മറ്റെന്തിനേക്കാളും ഉത്തമമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകർക്ക് മുഴുവനും റഹ്മത്തായിട്ടാണ് അള്ളാഹു അയച്ചത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ആയത്തും ഈ ആയത്തും നമ്മളെ കൂട്ടിയൊന്ന് വായിച്ചു നോക്ക്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ഫബിദാലിക ഫല്യഫ്റഹു വ ഖൈറു മിമ്മാ യജ്മഊൻ. അത് രണ്ടൊന്ന് കൂട്ടി വായിച്ചു നോക്ക് നിങ്ങൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏതൊരു ചിന്തിക്കുന്ന വിശ്വാസിക്കും അവിടെ മനസ്സിലാക്കാൻ കഴിയും എന്താണ് അവിടെ സന്തോഷിക്കാൻ പറഞ്ഞത്, എന്തൊക്കെ സന്തോഷിക്കാം, എങ്ങനെയൊക്കെ സന്തോഷിക്കാം. അപ്പം നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ? ആരംഭപ്പൂവായ പുന്നാര നബിയുടെ പേരിലുള്ള മൗലിദുകൾ, മദ്ഹുകൾ ഒക്കെ പാടാൻ പറ്റുമോ എന്ന് ഏതൊരു ബുദ്ധിയുള്ള വിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന റഹ്മത്ത് ലഭിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ സന്തോഷിക്കണമെന്ന് ഉണ്ടോ? എന്നാൽ അല്ലാമ അലൂസി തങ്ങൾ എഴുതുന്നത് നമുക്ക് കാണാം. വഅസ്ലുൽ കലാമി ലിയഫ്റഹു ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി സുമ്മ ഖുദ്ദിമൽ ജാറു വൽ മജ്റൂറു എന്ന് തുടങ്ങിയ ഭാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അടിസ്ഥാനപരമായ പ്രയോഗം ഇങ്ങനെയാണ്: ലിയഫ്റഹു ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. പിന്നീട് അതുകൊണ്ട് മാത്രം എന്നർത്ഥം ലഭിക്കാനായി ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്നതിനെ
ലിയഫ്റഹു എന്ന ഫഇലിനേക്കാൾ മുന്തിക്കുകയും കാരണം കാണിക്കുന്ന അക്ഷരമായ ഫാഇലിനെ അതിലേക്ക് ചേർത്തിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി ഫൽയഫ്റഹു എന്നായി. പിന്നീട് ഈ ആശയത്തെ എന്തായി ശക്തിപ്പെടുത്താനും ഉറപ്പിക്കാനും വേണ്ടി ഫബിദാലിക ഫൽയഫ്റഹു എന്ന പ്രയോഗം പ്രത്യേകമായി കൊണ്ടുവന്നു. പിന്നീട് രണ്ടാം ഫിഅലിൻ്റെ അറിയിപ്പുണ്ടായതിന് വേണ്ടി ഒന്നാം ഫിഅലിനെ കളയപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ കളയപ്പെട്ടു. അപ്പോൾ അടിസ്ഥാന അർത്ഥം ഇതാണ്. എന്താണ്? വല്ലതുകൊണ്ടും അവർ സന്തോഷിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. എന്ത് മനസ്സിലായോ? എന്തിനെയെങ്കിലും നിങ്ങൾ സന്തോഷിക്കാൻ, എന്തുകൊണ്ടെങ്കിലും നിങ്ങൾ സന്തോഷിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. ഫബിദാലിക ഫൽയഫ്റഹു. അപ്പോൾ എന്താണിപ്പോൾ ആകെ ടോട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? നിബിത്തങ്ങളാകുന്ന റഹ്മത്ത്, ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊള്ളൂ എന്നാണ് ഇതിൻ്റെ ആകത്തുക. അപ്പോൾ നിബിത്തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ എന്താ? നബിത്തങ്ങളുടെ സകല കാര്യങ്ങളിലും നമുക്ക് സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ. നബിത്തങ്ങളുടെ ജന്മദിനം ആ മാസം വരുമ്പോൾ, ആ ദിവസം വരുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മുൻപേ നമ്മൾ പറയുകയുണ്ടായി. ഏതുവാകട്ടെ, ഇമാം റാസി റളിയല്ലാഹുവിൻ്റെ ഈ വിഷയത്തിലുള്ള വിവരം നമുക്കൊന്ന് നോക്കാം. യഅനി യജിബു അൻ ലാ യഫ്റഹൽ ഇൻസാനു ഇല്ലാ ബിദാലിക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും സന്തോഷിക്കാതിരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ താല്പര്യമെന്ന് റാസി ഇമാം പറയുകയാണ്. ഈ പ്രസ്തുത ആയത്തിൽ പരാമർശിച്ച റഹ്മത്തിൻ്റെ താല്പര്യം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മുഫസ്സിറുകളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതുന്നത് നമുക്ക് വഅഖറജ അബു ശൈഖി അൻ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഫദ്ലുല്ലാഹിൽ ഇൽമു വറഹ്മത്തുഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബു ശൈഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ ഫളില്, വിജ്ഞാനവും അവൻ്റെ റഹ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ ഫബിദാലിക ഫൽയഫ്റഹു എന്ന് നാം പറഞ്ഞല്ലോ, ആ റഹ്മത്ത് കൊണ്ട് നിങ്ങളത്. അപ്പോൾ ഇവിടെ ഫദ്ലി എന്നത് എന്താണ്? അത് നബിത്തങ്ങളാണ്. റഹ്മത്ത് എന്നുള്ളത് അത് നബിത്തങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അർത്ഥം എന്താണ് വരുന്നത്? ആ നബിത്തങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണല്ലോ അവിടെ വരുന്നത് എന്നാണ് മുഫസ്സിർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേ ആശയം തന്നെ റൂഹുൽ മആനിയിലും നമുക്ക് കാണാൻ കഴിയും. അതായത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്നെ എഴുതുന്നത് നമുക്ക് കാണാം. വഅഖ്റജൽ ഖതീബു വഇബ്നു അസാകിറ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖുൽ ബിഫദ്ലില്ലാഹി ഖാല അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതീബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു എന്നിവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് സന്തോഷിക്കുക എന്നതിൻ്റെ വിവക്ഷ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്ന് തന്നെയാണ് എന്നാണ് ആര് പറയുന്നത്? ഖതീബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി അബൂ റയ്യാൻ റളിയല്ലാഹു അൻഹു എഴുതുന്നതൊന്ന് കാണുക ഈ വിഷയത്തിൽ. ഖാല ഇബ്നു അബ്ബാസിൻ ഫീമാ റവഅ അൽഹഖു അൻഹു അൽ ഫദ്ലു അൽ ഇൽമു വറഹ്മത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ലഹഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതിൽ ഇപ്രകാരം കാണാം: ഫദ്ല്, വിജ്ഞാനവും
റഹ്മത്ത് നബിത്തങ്ങളുമാണ്. അപ്പോൾ എന്താണ് ആ ഫദ്ലി എന്നത്? അതാരാണ്? അത് വിജ്ഞാനാണ്. ഫദ്ലി എന്ന് പറയുന്ന റഹ്മത്തോ അത് നബിത്തങ്ങളാണ് എന്ന് ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അബൂ റയ്യാൻ റളിയല്ലാഹു അൻഹു എഴുതുന്നതാണ്. അൽ ബഹറുൽ മുഈത്തിലാണ് ഇത് പ്രത്യേകിച്ച് എഴുതി വെച്ചത്. അപ്പോൾ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ അനുഗ്രഹം ലഭിച്ച സമയം തന്നെ പരിഗണിക്കുന്നത് നല്ലതാണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമുക്ക് വ്യക്തമാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും വിശ്വാസികളുടെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണല്ലോ. അതിനു നന്ദി പ്രകടിപ്പിച്ചാണല്ലോ മുഹറം 10 നോമ്പെടുക്കൽ തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുകയുണ്ടായത്. വിശ്വവിഖ്യാത പണ്ഡിതനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു നബിദിനാഘോഷത്തിന് പ്രമാണമായി എടുത്തു പറയുന്നത് പ്രസ്തുത സംഭവമാണ്. വിശദമായിട്ട് നമുക്ക് അന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നബിദിനത്തിൻ്റെ വാർഷിക ദിനങ്ങളിൽ അതിന് പ്രത്യേകം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സൽക്രമം ചെയ്യുന്നത് പുണ്യമാണെന്ന് നബിത്തങ്ങൾ പിറന്ന മാസത്തിനെയും കൂടുതൽ പരിഗണന നൽകി ആദരിക്കേണ്ടതാണെന്നും ഇവിടെയൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇനി അല്ലാഹു തആല പറയുന്നത് ഒന്ന് കാണുക. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കുവീൻ. അപ്പോൾ പ്രസ്തുത വചനത്തിൽ പരാമർശിച്ച സ്വലാത്തിൻ്റെ അർത്ഥം വിവരിച്ച് ഇമാം ബുഖാരി തങ്ങൾ തന്നെ അവർ പറയുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താണ് പറയുന്നത്? ഖാല അബുൽ ആലിയ സ്വലാത്തുല്ലാഹി സനാഉഹു അലൈഹി ഇൻദൽ മലായികതി വസലാത്തുൽ മലായികത്തി അദ്ദുആഉ ഖാല ഇബ്നു അബ്ബാസിൻ യുസല്ലൂന യുബരികൂന. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് അബുൽ ആലി റളിയല്ലാഹു അൻഹു പറയുന്നത്? അള്ളാഹുവിൻ്റെ സ്വലാത്ത് മലക്കുകളുടെ സന്നിധിയിൽ നബിയെ വാഴ്ത്തിപ്പറയലാണ്. എന്താണ് പോയിന്റാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് മലക്കുകളുടെ സന്നിധിയിൽ നബിയെ വാഴ്ത്തിപ്പറയലാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന മദ്ഹ്, മൗലിദ്, ഇതൊക്കെ ഈ സ്വലാത്ത് എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് വാഴ്ത്തിപ്പറയലാണ്. മലക്കുകളുടെ സ്വലാത്ത് പ്രാർത്ഥനയാണ്. ഇബ്നു അബ്ബാസ് തന്നെ പറയുന്നുണ്ട്, അവർ സ്വലാത്ത് നിർവഹിക്കുന്നു എന്നതിനർത്ഥം അവർ ബറക്കത്ത് ചെയ്യുന്നു എന്നാണ്. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ. ഇനി സ്വലാത്തിൻ്റെ വിവിധ അർത്ഥങ്ങൾ വിവരിച്ച ശേഷം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്നെ പല സ്ഥലങ്ങളിൽ എഴുതിയ നമുക്ക് കാണാം. ഇനി ഇൻഷാ അല്ലാഹ് ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ ഈ വിഷയത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇബാറത്തിൽ പറയുന്നത് ഔലൽ അഖ്വാലി മാ തഖദ്ദമ അന്ന ബിൽ ആലിയ അന്ന മഅന صلاة الله على نبيه ثناؤه عليه وتعظيمه وصلاة الملائكة وغيرهم عليه طلب ذلك له من الله تعالى والمراد طلب الزيادة لا طلب أصل الصلاة. وقال الحليمي في الشعب معنى الصلاة على النبي صلى الله عليه وسلم تعظيمه فمعنى قولنا اللهم صل على محمد الله محمد والمراد تعظيمه في الدنيا بالعلاء وذكره وإظهار دينه وإبقاء شريعته وفي الآخرة بإجزال مثوبته وتشفيعه في أمته وإبداع فضيلته بالمقام المحمود. وعلى هذا فالمراد بقوله تعالى صلوا عليه ادعوا ربكم بالصلاة عليه. എന്താണ് അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവെ ഉദ്ധരിച്ച് നേരത്തെ ഒരു അർത്ഥമാണ് സ്വലാത്തിൻ്റെ അർത്ഥങ്ങളിൽ വന്ന അഭിപ്രായങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് അള്ളാഹു നബിത്തങ്ങളെ വാഴ്ത്തിപ്പറയലും ആദരിക്കലുമാണ് എന്നാണത്. ഇതനുസരിച്ച് മലക്കുകളുടെയും മറ്റുള്ളവരുടെയും സ്വലാത്ത് അക്കാര്യം അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടലാണ്.
വർധനവ് ആവശ്യപ്പെടലാണ് ഇവിടെ വിവക്ഷ, അടിസ്ഥാനം സ്വലാത്തല്ല. അപ്പോൾ എന്താണ് ഇവിടെ പോയിന്റ്? മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇവിടെ സ്വലാത്ത് എന്നുള്ള ഉദ്ദേശം എന്താണ്? അത് നബിത്തങ്ങളെ വാഴ്ത്തലും ആദരിക്കലും വാഴ്ത്തിപ്പറയലും ഒക്കെയാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യുഅ്കറു അലൈഹി അത്ഫു ആലിഹി വഅസ്വാജിഹി വദുരിയതിഹി അലൈഹി ഫഇന്നഹു ലാ യംതനിഉ അൻ യുദ്ആ ലഹും ബിത്തഅദീമി ഇദ് തഅദീമു കുല്ലി അഹദിൻ ബിഹസബി മാ യഅലീഖു ബിഹി വമാ തഖദ്ദമ അൻ അബിൽ ആലിയതി അദ്ഹറു ഫഇന്നഹു യഹ്സുലു ബിഹി ഇസ്തിഅമാലു ലഫ്ളി സ്വലാത്തി ബിന്നിസ്ബതി ഇലല്ലാഹി വ ഇലാ മലായികതിഹി വ ഇലൽ മുഅ്മിനീനൽ മഅ്മൂരീന ബിദാലിക ബിമഅനൻ വാഹിദിൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനെയും ഭാര്യമാരെയും സന്താനങ്ങളെയും നബിത്തങ്ങളോട് അത്ഫ് ചെയ്ത് പറയുന്നതിന് ഈ അർത്ഥം തടസ്സമല്ല. കാരണം അവരെയും ബഹുമാനിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കാമല്ലോ. എന്താണ് നമ്മൾ മദതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ദുആ ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യില്ലേ? ആ ഉദ്ദേശം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തർക്കും ലഭിക്കുന്ന ബഹുമാനം അവരവരോട് അനുയോജ്യമായി ആയിരിക്കുമെന്ന് മാത്രമാണ്. എന്നാൽ സ്വലാത്തിൻ്റെ അർത്ഥത്തിൽ അബുൽ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് നേരത്തെ രേഖപ്പെടുത്തിയ അർത്ഥമാണ് കൂടുതൽ വ്യക്തം. കാരണം അതുപ്രകാരം അള്ളാഹു മലക്കുകൾ സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സത്യവിശ്വാസികൾ എന്നിവരിലേക്കെല്ലാം ചേർത്തി സ്വലാത്തിന് ഒരു അർത്ഥം പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ആയത്തിൻ്റെ ആശയം പ്രകാരം സംഗ്രഹിക്കാം. എന്താണ്? നിശ്ചയം അള്ളാഹുവിൻ്റെ മലക്കുകളും നബിത്തങ്ങളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിത്തങ്ങളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ സത്യവിശ്വാസികളെ, നിങ്ങളും നബിത്തങ്ങളെ വാഴ്ത്തുക എന്നതാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ എന്ന് ഇബ്നു കസീറും വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം. അൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയത്തി അന്ന അല്ലാഹ സുബ്ഹാനഹു അഖബറ ഇബാദഹു ബിമൻസിലത്തി അബ്ദിഹി വനബിയിഹി ഇൻദഹു ഫിൽ മലഇൽ അഅല ബിഅന്നഹു യുസ്നി അലൈഹി ഇൻദൽ മലായികത്തിൽ മുഖറബീന വഅന്നൽ മലായികത തുസല്ലി അലൈഹി സുമ്മ അമറ തആല അഹ്ലൽ ആലമി സുഫലി ബിസ്സലാത്തി വത്തസ്ലീമി അലൈഹി ലിയജ്തമിഅ അസ്സനാഉ അലൈഹി മിൻ അഹ്ലിൽ ആലമൈനി അൽ-ഉൽവിയ്യി വസ്സുഫ്ലിയ്യി ജമീഅ. അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനവും ബഹുമാനവും തൻ്റെ അടിമകളെ അറിയിക്കലാണ് ഈ ആയത്തിൻ്റെ ലക്ഷ്യം. വാനലോകത്തുള്ള അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹു നബിത്തങ്ങളെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. മലക്കുകളും നബിത്തങ്ങളെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു അടിമകളെ അറിയിക്കുന്നത്. അപ്പോൾ പിന്നീട് ഭൂമിയുള്ളവരോടും നബിത്തങ്ങൾക്ക് സ്വലാത്തും സലാമും നേരാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. വാനലോകത്ത് നിന്നും ഭൂമിയിൽ നിന്ന് നബിത്തങ്ങളെ വാഴ്ത്തലും പ്രശംസിക്കലും ഉണ്ടാകാനാണ് അല്ലാഹു തആല പ്രത്യേകിച്ച് പറയുന്നത്, കൽപ്പിക്കുന്നത്. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നബിത്തങ്ങളെ പ്രശംസിക്കാനും അവരുടെ മദ്ഹുകൾ പറയാനും അള്ളാഹു സത്യവിശ്വാസികളുടെ മേൽ ഈ വചനത്തിലൂടെ നമ്മൾ നിർദ്ദേശിക്കുകയാണ്. ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനോടുള്ള ആദരവും മതിപ്പും ബഹുമാനവും അനുയായികളിൽ നിലനിൽക്കാൻ ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും അനിവാര്യമാണല്ലോ. അതിൻ്റെ നേതാവിനെ പുകഴ്ത്തലും നേതാവിൻ്റെ സവിശേഷ ഗുണങ്ങൾ വിവരിച്ചു കൊടുക്കലും പ്രസ്ഥാന ബന്ധുക്കളുടെ ബാധ്യതയാണ്. അതിൻ്റെ ഭാഗമായാണ് അള്ളാഹു അപ്രകാരം നിർദ്ദേശിക്കുന്നത്. ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ അള്ളാഹു സമയപരിധി നിശ്ചയിച്ചു തന്നിട്ടില്ല. റബീഉൽ അവ്വൽ മാസത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിലോ അത് പാടില്ലെന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല.
അതിനാൽ അന്നും അല്ലാത്തപ്പോഴും അത് നിർവഹിക്കാവുന്നതാണ്. പ്രസ്തുത ദിവസത്തിൽ എൻ്റെ മദ്ഹ് പറയാൻ പാടില്ലെന്നും നബിത്തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പ്രസ്താവിച്ചിട്ടില്ല. അതിനാൽ അത് വിലക്കുന്നതാണ് ബിദ്അത്ത്. അപ്പോൾ എന്താണിപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക? അപ്പോൾ ഒരു നേതാവിനെ നമ്മൾ പാടലും പറയലും പുകഴ്ത്തലുമൊക്കെ ആ നേതാവിനെ കുറിച്ച് മദ്ഹ് പാടൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, അല്ലാഹു തആല എവിടെയും ആ നേതാവിനെ കുറിച്ച് പാടാനോ പറയാനോ പുകഴ്ത്താനോ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ബിദ്അത്ത് എന്നും നമുക്ക് മനസ്സിലായി. ഇനി നബിദിന യോഗങ്ങളിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ നബിത്തങ്ങളുടെ സവിശേഷതകളും പ്രകീർത്തനങ്ങളും അതുപോലെ മൗലിദ്, മാല, മദ്ഹുകളൊക്കെ പറയാറുള്ളത് അതിനുള്ളൊരു വ്യക്തമായ ഒരു പ്രമാണമായി നമുക്ക് ഇതിനെയൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുകയാണ്, അനി ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാല ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത ഫറഅ അൽ യഹൂദ തസൂമു യൗമ ആശുറാ ഖാല മാ ഹാദാ ഖാലൂ ഹാദാ യൗമുൻ സാലിഹുൻ ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസാ ഖാല ഫഅന അഹഖു ബിമൂസാ മിൻകും ഫസാമഹു വഅമറ ബിസിയാമിഹി. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ ജൂതന്മാർ മുഹറം 10 നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ അതേപ്പറ്റി അന്വേഷിച്ചു. അവർ വിശദീകരിച്ചു, ഇതൊരു നല്ല ദിവസമാണ്, ബനി ഇസ്രായേലിയർ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിൻ്റെ പേരിൽ മൂസാ നബി അലൈഹി സ്വലാം നോമ്പെടുത്തു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാമുമായി ബന്ധമുള്ളവൻ ഞാനാണ്. തുടർന്ന് നബി തങ്ങൾ അന്ന് നോമ്പനുഷ്ഠിക്കുകയും അന്ന് നോമ്പെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇത് നമ്മൾ ആ ആശൂറ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം വിവരിക്കാറുണ്ടല്ലോ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ നമുക്ക് രേഖപ്പെടുത്തുന്നതെന്നൊന്ന് നോക്കി നോക്കാം. എന്താണ്? വഖബറു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ബഅദ നുബുവത്തി ഖാല ഫിൽ മജ്മൂഇ ബാത്തിലുൻ എന്ന് തുടങ്ങിയുള്ള ഈ ഇബാറത്തിൽ തങ്ങൾ എഴുതുന്നത് കാണാം. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തൊട്ട് അഖീഖ അറുത്തു എന്ന ഹദീസ് ബാത്തിലാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു മറ്റു പ്രസ്തുത ഹദീസിനെ വിമർശിച്ചതിനെ അനുകരിച്ചാണ് ഇമാം നബവി അപ്രകാരം പറഞ്ഞതെന്ന് തോന്നുന്നു. എന്നാൽ പ്രസ്തുത ഹദീസിൻ്റെ എല്ലാ വഴികളിലും അവർ പറഞ്ഞ പോലെയല്ല. അപ്പോൾ അവർ പറഞ്ഞ പോലെയുള്ള കാര്യമല്ല ഉള്ളത്. കാരണം അഹ്മദ് റളിയല്ലാഹു അൻഹു, ബസ്സർ റളിയല്ലാഹു അൻഹു, തബറാനി റളിയല്ലാഹു അൻഹു എന്നിവർ വിവിധ വഴികളിലൂടെ പ്രസ്തുത ഹദീസിന് നിവേദനം ചെയ്തിട്ടുണ്ട്. അവയിൽ ഒന്നിനെ ഹാഫിദ് ഹൈസമി റളിയല്ലാഹു അൻഹു വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ വിവേചകൻ സ്വഹീഹിൻ്റെ നിവേദകരാണ് ഒരാൾ ഒഴികെ. അപ്പോൾ അവരാണെങ്കിൽ വിശ്വാസയോഗ്യനുമാണ്. അപ്പോൾ മുമ്പ് നമ്മളെ പല കാര്യങ്ങളും ഈ നബിദിനത്തിന് അനുകൂലമല്ല എന്ന് പ്രസ്താവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ കാര്യത്തെ വിവരിച്ച് ഉദ്ധരിച്ച് കൊണ്ട് പറയുന്നത്. ഒന്നുകൂടെ ഈ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു നബിദിനാഘോഷത്തിന് പ്രമാണമായി പറയുന്നത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ഖാലൽ ഇമാം സുയൂത്തി വഖദ് ലഹറ ലി തഖരീജുഹു അല അസ്ലി ആഖറ എന്ന് തുടങ്ങുന്ന ഇബാറത്തിലും പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അത് വേണമെങ്കിൽ ഇബാറത്ത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ജന്മദിനാഘോഷത്തിന് മറ്റൊരു അടി ജന്മദിനാഘോഷത്തിന് മറ്റൊരടിസ്ഥാനം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണിത്. പ്രവാചക ലബ്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തൊട്ട് അഖീഖ അറുക്കുകയുണ്ടായിട്ടുണ്ട്. നബി തങ്ങൾ ജനിച്ചതിൻ്റെ 7-ാം നാൾ അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ അഖീഖ കർമ്മം നിർവഹിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്.
വെച്ചു ചെയ്യുന്ന ഒരു കർമ്മമല്ല അഖീഖ. അതിനാൽ ലോകാനുഗ്രഹിയായി തന്നെ സൃഷ്ടിച്ചതിന് അള്ളാഹു നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായും തൻ്റെ സമുദായത്തെ പഠിപ്പിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ലക്ഷ്യത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിരുന്നു. ആകയാൽ സമ്മേളിച്ചും അന്നദാനം നടത്തിയും മറ്റു ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചും നിമിത്തങ്ങളുടെ ജനനം കൊണ്ട് നന്ദി പ്രകടിപ്പിക്കലും സന്തോഷ പ്രകടനം നടത്തലും നമുക്ക് സുന്നത്താണ്. അൽ ഹാവിലിൽ ഫതാവയിൽ ഉദ്ധരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ തെളിവുകൾ നമുക്ക് ഇവിടെ വിവരിക്കാൻ കഴിയും നബിദിനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പ്രമാണപരമായിട്ട് നമുക്ക് എന്തൊക്കെ തെളിവുകളുണ്ടോ അതൊക്കെ നമുക്ക് നിരത്താൻ കഴിയും. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും നബിദിനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വസ്തുതാപരമായ കാര്യം നോക്കുകയാണെങ്കിൽ നബിദിനം തെളിവല്ല എന്ന് പറയാൻ ഒരിക്കലും ഒരാൾക്കും കഴിയുകയില്ല എന്ന് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി പറയാനുള്ളത്, ഉത്തമ നൂറ്റാണ്ടിലെ ആരെങ്കിലും ചെയ്തോ എന്നുള്ള കുറേയേറെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ പറയാം നമുക്ക്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോ ആളുകളും ആരൊക്കെ ചെയ്തു ആരൊക്കെ ചെയ്തില്ല എന്ന് നമുക്ക് പ്രത്യേക വ്യക്തമായിട്ട് തന്നെ കിതാബ് രേഖ ഉണ്ട്. ചില ആളുകൾ അത് വാറോല മറ്റോല എന്നൊക്കെ പറഞ്ഞ് ആ കിതാബിനെ പോലും ഇകഴ്ത്തുന്ന സമ്പ്രദായം നമ്മൾ കണ്ടുവരുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതൻ ആലിമീങ്ങളെ ഒക്കെ ഇകഴ്ത്ത് സംസാരിക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി എനിക്ക് തോന്നുന്നത് ബിദഈ കക്ഷികൾ പിറവിയെടുത്തത് മുതലാണ് ഇത്തരം പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും താറടിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉടലെടുത്തത് എന്ന് നമുക്ക് പ്രത്യേകം കണ്ടെത്താൻ കഴിയും. ഏതു ആകട്ടെ അതിൻ്റെ പ്രാമാണികത നമുക്കൊന്ന് വിലയിരുത്താം. ആരൊക്കെ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, ആരൊക്കെ ആഘോഷിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം. പിന്നെ എല്ലാവർക്കും വരുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരൊക്കെ നബിദിനം ആഘോഷിച്ചതിൻ്റെ തെളിവ് വേണ്ടേ? തെളിവുണ്ടോ? എന്നാൽ നമുക്ക് കിതാബുപരമായിട്ട് രേഖാപരമായിട്ട് നമുക്കൊന്ന് നോക്കാം. അവരൊക്കെ ആഘോഷിച്ചിരുന്നു, അവരൊക്കെ എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത് എന്നൊക്കെ. എന്നാൽ തീർത്തും തെറ്റിദ്ധാരണയാണ്. ഇവരൊക്കെ നബിത്തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കിതാബ് പ്രമാണബന്ധമായി നമുക്ക് പറയാൻ കഴിയുന്നത്. അതേക്കുറിച്ച് വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതുന്നത് കിതാബിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഖാല അബൂബക്കരി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൻ ഔഫക ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. എന്താണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? മൻ ഔഫഖ ദിർഹമൻ, ആരെങ്കിലും ഒരു ദിർഹം ചെലവഴിച്ചാൽ എന്തിനു വേണ്ടി? അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൗലിദിന് വേണ്ടി. അതായത് മൗലിദ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ പ്രകീർത്തിക്കുന്ന മാല, മൗലിദ്, മദ്ഹുകൾ ഇതൊക്കെ അതിൻ്റെ ഗണത്തിലാണ് പെടുക. അതിനാരെങ്കിലും ചെലവഴിച്ചാൽ സ്വർഗത്തിൽ എന്താണ്? കാന റഫീഖി ഫിൽ ജന്ന, എൻ്റെ കൂട്ടുകാരനായിരിക്കും, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിരിക്കും. അപ്പോൾ ഇനി ആരും പറഞ്ഞു വരത്തണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നത്. ഇനി അടുത്തതൊന്ന് നമുക്ക് നോക്കാം. വഖാല ഉമർ റളിയല്ലാഹു അൻഹു മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാമ. എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്? ചില ആളുകൾ പറയാറുണ്ടല്ലോ, സിദ്ദീഖ് ഇവരൊന്നും ചെയ്യാത്ത ഇസ്ലാമല്ലേ, അതൊന്നും ഞമ്മക്ക് വേണ്ട എന്ന് പറഞ്ഞു വരുത്തുന്നില്ലേ? എന്താണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? അതാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൗലിദിനെ വല്ലവനും ആദരിച്ചാൽ
എന്ത് നമ്മളിത് നബിദിനം വരുമ്പോൾ അല്ലെങ്കിൽ പൊന്നു റബീഹ് കടന്നു വരുമ്പോൾ നമ്മളെ കഴിക്കുന്ന മൗലിദ് അത് വല്ലവനും ആദരിച്ചാൽ ഫഖദ് ഹയ്യൽ ഇസ്ലാമ, അവർ ഇസ്ലാമിനെ ജീവിപ്പിച്ചു. അപ്പോൾ ആരാ പറയുന്നത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചതിൻ്റെ തെളിവ് നമുക്ക് കിട്ടി, ഉമർ റളിയല്ലാഹു അൻഹു ആഘോഷിച്ച തെളിവും കിട്ടി. ഇനി നമുക്ക് ആര് ആഘോഷിച്ച തെളിവ് വേണം? ഉത്തമ നൂറ്റാണ്ടിൽ തന്നെയുള്ള എല്ലാ സഹാബികളും ആഘോഷിച്ച തെളിവൊന്ന് നോക്കാം. വഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ ശഹിദ ഗസ്വത ബദരിൻ വഹുനൈനിൻ. അതെ, എന്താ പറയുന്നത്? വഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അൻഫഖ ദിർഹമൻ, നബി തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഒരു ദിർഹം ആരെങ്കിലും ചെലവഴിച്ചാൽ ഫകഅന്നമാ ശഹിദ ഗസ്വത ബദരിൻ വഹുനൈനിൻ, അവർ ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തതുപോലെയായി. എന്താ പറഞ്ഞത്? നമ്മൾ ആഘോഷിക്കുന്ന മൗലിദ് പാരായണം അല്ലേ, നമ്മൾ ആഘോഷിക്കുന്ന മൗലിദ്, മാല, മദ്ഹ്, ഇതൊക്കെ അതിൻ്റെ ഗണത്തിലാണ്. ഇതിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിച്ചാൽ, നമ്മൾ മൗലിദ് ഉണ്ടല്ലോ, മൗലിദ് ആഘോഷിക്കുമ്പോൾ ഈ നബിദിനൊക്കെ അതിൽ ബന്ധപ്പെട്ടതാണ്. അതിലൊക്കെ മൗലിദ് തന്നെ പറഞ്ഞാൽ നബി കുട്ടികൾ പാട്ട് പാടുമ്പോഴും ആഘോഷിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഹബീബിൻ്റെ മൗലിദാണ്, മദ്ഹുകളാണ് പാടുന്നത്. അവിടെ ആരെങ്കിലും സിനിമാ ഗാനങ്ങളല്ലല്ലോ ആലപിക്കുന്നത്, ഹബീബിൻ്റെ മാലകൾ, മൗലിദുകൾ, മദ്ഹുകളല്ലേ പാടുന്നത്. അപ്പോൾ അവിടെയാണ് ഇവിടെ മൻ അലാ ഖിറാഅത്തി മൗലിദിൻ, നബിത്തങ്ങളുടെ മദ്ഹ് പാടാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി ആരെങ്കിലും ചിലവഴിച്ചാൽ ഫകഅന്നമാ ശഹിദ ഗസ്വത ബദരിൻ വഹുനൈനിൻ, അവർ ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തതുപോലെയായി എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇത് തെളിവല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതെ. അപ്പോൾ ഏതോ ആകട്ടെ, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ തെളിവാണ്. ഇനി വഖാല അലി റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹു, അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? അതൊന്ന് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? മൻ അല്ലമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖറാഅതിഹി ലാ യഖ്റുജു മിനദ് ദുനിയ ഇല്ലാ ബിൽ ഈമാനി വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബിത്തങ്ങളുടെ മൗലിദിനെ ആദരിക്കുകയും അത് പാരായണം ചെയ്യാൻ കാരണക്കാരാവുകയും ചെയ്യുന്നവർ വിശ്വാസത്തോടെയല്ലാതെ ദുനിയാവിൽ നിന്ന് പുറപ്പെടുകയില്ല. വിചാരണ കൂടാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. എന്താ പറയുന്നത്? എന്താ മനസ്സിലായോ? വിമർശിക്കുന്നവരൊക്കെ ഈ ഇബാറത്തുകളൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ് അല്ലേ? ബിദ്അങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, അതൊക്കെ ബിദ്അത്താണ്, ദീനിൽ നിന്ന് പുറത്താണ് എന്നൊക്കെ പറയുന്നവർ ഈ ഒരു ഇബാറത്ത് അല്ലേ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കണ്ടിട്ടൊക്കെ ഉണ്ടാകും, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ലല്ലോ, ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ കഴിയുള്ളൂ. നമുക്ക് ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും എന്താക്കാൻ പറ്റൂല, ഉണർത്താൻ കഴിയുകയില്ല. ഇനി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞത് മാത്രമല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവരെന്താണ് പറയുന്നത് അതും കൂടെ ഒന്ന് നോക്കാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുയുടെ അഭിപ്രായത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചത് വഖാല ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നവദിതു ലൗ കാന ലി മിസ്ലു ജബലിൻ ഉഹദിൻ ദഹബൻ ഫഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹദ് മലയോളം സ്വർണം എനിക്കുണ്ടാവുകയും അത് മുഴുവൻ നബിത്തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നതിനെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം മല, ഒരു ഉഹദ് മല എന്ന് പറഞ്ഞാൽ ഈ ഹജ്ജിനും ഉംറയ്ക്ക് പോയ ആളുകൾക്ക് എന്തായാലും അറിയാവുന്ന കാര്യമല്ലേ. ഉഹദ് മലയോളം സ്വർണം
എനിക്കുണ്ടാവുകയും, അപ്പോൾ അത്രത്തോളം സമ്പത്ത് എനിക്ക് വേണം, അത് മുഴുവനും ഹബീബിൻ്റെ മൗലിദ് പാരായണത്തിന് വേണ്ടി നല്ലോണം ആര് ആഘോഷിച്ചതുപോലെ. ഒരു ചെറിയൊരു ഉദാഹരണം, അതൊക്കെ ചെറുതാണ്. ഹെർബൽ ചക്രവർത്തിയിലെ മൗലിദ്, ഈ മുജാഹിദ് ജമാഅത്ത് ഇവരൊക്കെ പാടി നടക്കാറുണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് ശരി തന്നെയാണ്, യഥാർത്ഥത്തിൽ ശരി തന്നെയാണ്. ആ കഴിച്ചതുപോലെയുള്ള നബിദിനം മുമ്പ് കഴിച്ചിട്ടില്ല. അത്രയും ഉഷാറായിട്ട് എന്നർത്ഥം, അത്രയും ഉഷാറാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ നാട്ടിലെ അപേക്ഷിച്ച് ഈ ഒരു കാര്യം നാട്ടിലെ അപേക്ഷിച്ച് പറഞ്ഞാൽ തന്നെ ഒരു ആചാര്യ കല്യാണം കഴിച്ചാൽ അല്ലാ, ആ ആചാര്യ കല്യാണം പോലെ ഈ നാട്ടിൽ വേറൊരു കല്യാണം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം മുമ്പ് കല്യാണം ഇല്ല എന്നാണോ? മുമ്പ് ഒരു കല്യാണം നടന്നിട്ടില്ല എന്നാണോ? അല്ല. അതുപോലെ ആ ഹാജിയാരുടെ വിവാഹം പോലെ അല്ലെങ്കിൽ കല്യാണം പോലെ വേറെ ആചാര്യരുടെ വീട്ടിൽ കല്യാണം പോലെ ഒരു വീട്ടിലും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മുമ്പ് നടന്നിട്ടില്ല എന്നല്ല, മുമ്പ് നടന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര ഉഷാറാക്കി നടത്തി ഇയാളാണ്, ഈ ആചാര്യാണോ. അപ്പം അതിൻ്റെയൊക്കെ അത്രയേ ഉള്ളൂ. ചിന്തിക്കുന്നവർക്കൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചിന്തിക്കുന്നവർക്ക് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറയും. പക്ഷേ ചില ആളുകൾ കണ്ടില്ലേ തെളിവ്, ഹിജ്റ 300 ശേഷം വന്നതാ, അത് ഇയാളാണ് കൊണ്ടുവന്നത് എന്ന് പാടിപ്പറഞ്ഞിങ്ങനെ തെളിവ് ഉദ്ധരിക്കുന്നതൊക്കെ കാണാൻ കഴിയും. ചിരി വരാറാണ് സാധാരണ സത്യത്തിൽ അത് കേൾക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തോന്നുക എന്നേ ഈ വസ്തുതാപരമായിട്ട് ഇതിൽ പറയാനുള്ളൂ. ഇനി വഖാല ജുനൈദുൽ ബഗ്ദാദിയു ഖദ്ദസല്ലാഹു സിർറഹു മൻ ഹളറ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാനി. ഇനി നമ്മളെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നത് നമുക്കൊന്ന് നോക്കാം. എന്താണ് വഖാല ജുനൈദുൽ ബഗ്ദാദിയു ഖദ്ദസല്ലാഹു സിർറഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിത്തങ്ങളുടെ മൗലിദിൽ പങ്കെടുക്കുകയും അതിൻ്റെ സ്ഥാനത്തെ ആദരിക്കുകയും ചെയ്താൽ ഈമാൻ കൊണ്ട് അവൻ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഉത്തമ നൂറ്റാണ്ടിലെ ആരും തെളിവില്ല, ആരും ആഘോഷിച്ചതിൻ്റെ തെളിവില്ല എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിരുന്നു, അലി റളിയല്ലാഹു അൻഹു ആഘോഷിച്ചു. ഇത്രയും തെളിവുകൾ നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഇനി ഹസൻ റളിയല്ലാഹു അൻഹു ആഘോഷിച്ച അല്ലെങ്കിൽ പറഞ്ഞ തെളിവുകളാണ്. ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തെളിവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ തുടങ്ങി കുറേ ഇമാമിങ്ങൾ, അതുപോലെ അലിമീങ്ങൾ, ഔലിയാക്കൾ, സ്വഹാബാക്കൾ ചെയ്ത ഒക്കെ തെളിവുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഉത്തമ നൂറ്റാണ്ടിലെ ആളുകൾ ചെയ്ത തെളിവുകളാണ് നമ്മൾ ഇപ്പോൾ ഉദ്ധരിച്ചത്. അത് ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയതാണ്. ഏതുവാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതുപരമായിട്ട് തഫ്സീരിയായിട്ടും ഖുർആനികപരമായിട്ടും എന്തൊക്കെ തെളിവുകളാണ് ഉള്ളത് എന്നും കൂടെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. താങ്കളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അല്ലാമ സഹാനി തൻ്റെ മൗദൂഅത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അതേപറ്റി 62 വഫാത്തായ ഷെയ്ഖ് ഇസ്മായിലുൽ ഇബ്നു മുഹമ്മദുൽ ജലൂനി തങ്ങൾ എഴുതിയത് കാണാം. ഖാല സഹാനി മൗദൂഉൻ വഅഖൂലു ലകിൻ മഅനാഹു സ്വഹീഹുൻ വഇല്ലം യകുൻ ഹദീസ. സഹാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നു, എന്നാൽ എൻ്റെ അഭിപ്രായം അത് ഹദീസ് അല്ലെങ്കിലും അതിൻ്റെ ആശയം ശരിയാണ്. അപ്പോൾ ഒരിക്കലും അത് മനുഷ്യനിർമ്മിതമല്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ പറയുന്ന ആശയം ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത പ്രബലമായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തതായി പറയുന്നത് ഹദീസിൽ പ്രകാരം കാണാം. വലൗലാ മുഹമ്മദുൻ മാ ഖലഖതുക
നബിയെ മുഹമ്മദ് നബി തങ്ങളില്ലായിരുന്നുവെങ്കിൽ താങ്കളെ നാം സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ ഹദീസ് പ്രബലമാണെന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചിട്ടുണ്ട്. ഹാക്കിം നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ പ്രകാരം കാണാം. എന്താണ്? അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഔഹല്ലാഹു ഇലാ ഈസാ അലൈഹിസ്സലാം ആമിൻ ബി മുഹമ്മദിൻ വഅമർ മൻ അദ്റകഹു മിൻ ഉമ്മത്തിക യുഅ്മിനു ബിഹി ഫലൗലാ മുഹമ്മദുൻ മാ ഖലഖതു ആദമ വലൗലാ മുഹമ്മദുൻ മാ ഖലഖതുൽ ജന്നത വലന്നാറ എന്ന് തുടങ്ങുന്ന ഇബാറത്തിൽ പറയുന്നത് കാണാം. എന്താ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഈസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു ഇപ്രകാരം സന്ദേശം നൽകി: മുഹമ്മദ് നബി തങ്ങളെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. അവരെ കൊണ്ട് വിശ്വസിക്കാൻ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് അവരെ കണ്ടെത്തിക്കുന്നവരോട് നിങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുക. കാരണം മുഹമ്മദ് നബി തങ്ങളില്ലായിരുന്നുവെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. എന്താ? നബി തങ്ങളില്ലായിരുന്നുവെങ്കിൽ സ്വർഗവും നരകവും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. നിശ്ചയം വെള്ളത്തിനു മുകളിൽ സിംഹാസനം ഞാൻ സൃഷ്ടിച്ചു. അത് വിളിച്ചപ്പോൾ അതിനു മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഞാൻ എഴുതി. അപ്പോൾ അത് ശാന്തമായി. ഈ ഹദീസ് പ്രബലമാണ്. ബുഖാരിയും മുസ്ലിമും അത് ഉദ്ധരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹദീസ് അബുശൈഖ് ഇസ്ലാഖി തബഖാത്തിൽ മുഹദ്ദിസീന ബഹാൻ എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. നബിത്തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആര് പറഞ്ഞാലും നബിത്തങ്ങളുടെ ആത്മാവ് അള്ളാഹു തിരിച്ചു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മടക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നബിത്തങ്ങൾക്ക് ആര് സലാം പറഞ്ഞാലും അത് നബിത്തങ്ങളുടെ ആത്മാവ് മടക്കുമെന്ന് എൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. عن أبي هريرة أن رسول الله صلى الله عليه وسلم قال ما من أحد يسلم علي إلا رد الله علي روحي حتى أرد عليه السلام. അബൂ ദാവൂദ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബൂ ഹുറൈറ എന്താ പറയുന്നത്? അള്ളാഹു എൻ്റെ മേൽ ആത്മാവിനെ തിരിച്ചു നൽകിയിട്ടല്ലാതെ ഒരാളും എൻ്റെ മേൽ സലാം പറയുകയില്ല. അങ്ങനെ അവരുടെ സലാം ഞാൻ മടക്കും. അപ്പോൾ ഒരാൾ സലാം പറയുമ്പോൾ ആത്മാവ് ചെന്ന് സലാം മടക്കുമെന്നർത്ഥം. ആകെ ടോട്ടലി അർത്ഥം മനസ്സിലാക്കുമ്പോൾ അപ്പം നബിത്തങ്ങളുടെ റൂഹ് നേരെ വന്ന് അത് മടക്കുമെന്ന് അതിൻ്റെ അർത്ഥം ഊഹിക്കാൻ കഴിയും. ഇനി ഈ പ്രസ്തുത ഹദീസിന്റെ താല്പര്യം എന്താണെന്ന് വിവരിച്ച് ഇമാം ബൈഹഖി തങ്ങൾ തന്നെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. മഅനാഹു അല്ലാഹു അഅലം ഇല്ല വഖദ് റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹിസ്സലാം. എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് അള്ളാഹു മടക്കി നൽകിയിട്ടല്ലാതെ ഒരാളും എനിക്ക് സലാം പറയുകയില്ലെന്നും അങ്ങനെ അവരുടെ സലാം ഞാൻ മടക്കുമെന്നാണ് ഹദീസിന്റെ താല്പര്യം. അഥവാ സലാം പറയുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു ആത്മാവിനെ തിരിച്ചു നൽകുമെന്നർത്ഥം. നബിത്തങ്ങളുടെ വഫാത്ത് മുതൽ ഓരോ നിമിഷവും നബിത്തങ്ങൾക്ക് സലാം പറയപ്പെടുന്നുണ്ടല്ലോ. ആദ്യത്തെയാൾ സലാം പറയുന്നതിന് മുമ്പ് തന്നെ നബിത്തങ്ങളുടെ ആത്മാവിനെ അള്ളാഹു നബിത്തങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ഇതിനർത്ഥം എന്താണ്? നബിത്തങ്ങൾ ഖബറിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ്. ഇക്കാര്യം പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ എഴുതുന്നതെന്ന് കാണാം. എന്താണ് അവർ പറയുന്നുണ്ട്? അവർ ഹദീസ് രേഖപ്പെടുത്തി വെച്ചത് കാണാം. പ്രവാചകന്മാർ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണെന്ന നടേപ്പറഞ്ഞ ആശയത്തിൽ ഇഷ്കാലുണ്ടാക്കുന്ന ഒന്ന് മറ്റൊരു വഴിയിലൂടെ അബൂ ദാവൂദ് റളിയല്ലാഹു അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: അല്ലാഹു എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് തിരിച്ചു നൽകിയിട്ടല്ലാതെ എൻ്റെ മേൽ ഒരാളും സലാം ചൊല്ലുകയില്ല. അങ്ങനെ സലാം ഞാൻ മടക്കും. ഈ ഹദീസിൻ്റെ നിവേദകർ വിശ്വാസയോഗ്യരാണ്.
അപ്പോൾ വിശ്വാസയോഗ്യരാണ് തന്നെയാണ് അവർ പറയുന്നത്. ആത്മാവിനെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകൽ, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമെന്ന കാണിക്കുന്നുണ്ടല്ലോ. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നതാണല്ലോ മരണം. ഇസ്കാലിൻ്റെ ചുരുക്കം ഇതാണ്. എന്ത്? നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു സംശയം വരുന്നത്, അതിൻ്റെ ചുരുക്കം എന്താ? പ്രസ്തുത സംശയത്തിന് പണ്ഡിതന്മാർ പല മറുപടികളും പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ്? എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് അള്ളാഹു തിരിച്ചു നൽകിയിട്ടല്ലാതെ എന്നതിൻ്റെ താല്പര്യം നിമിത്തങ്ങളുടെ ആത്മാവിനെ മടക്കൽ മറവു ചെയ്ത ഉടനെ നടന്നിട്ടുണ്ട് എന്നാണ്. അതിനെ മടക്കുകയും വീണ്ടും എടുക്കുകയും വീണ്ടും മടക്കുകയും ചെയ്യുമെന്നല്ല. രണ്ടെന്താണ്? രണ്ടാമത്തെ മറുപടി, ആത്മാവ് വേറി പിരിയുന്നത് മരണം തന്നെയാണ്, പക്ഷേ അതിൽ യാതൊരു പ്രയാസവും ഉണ്ടാകുന്നതല്ല. മൂന്നാമത്തതോ ഹദീസിൽ പരാമർശിച്ച റൂഹിന്റെ വിരക്ഷം അതിൻ്റെ ചുമതലയുള്ള മലക്കാണ്, അല്ലാതെ വെറും ആത്മാവൊന്നും മാത്രമല്ല. എന്നാൽ നാലാമത്തതോ ഹദീസിൽ പരാമർശിച്ച റൂഹിന്റെ വിവക്ഷ സംസാര ശേഷി എന്നാണ്, അല്ലാതെ ഒരു മറ്റു കാര്യങ്ങളോ മറ്റോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഗ്രാഹ്യമായ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നതാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ ഒരു അഭിപ്രായം അതെന്താണ്? നിമിത്തങ്ങളുടെ ശ്രദ്ധ മലഉൽ അഅ്ലായുടെ കാര്യങ്ങളിൽ മുഴുകുന്നതും നിമിത്തങ്ങൾക്ക് സലാം പറയപ്പെടുമ്പോൾ സലാം അടക്കാനായി നിമിത്തങ്ങളുടെ ശ്രദ്ധ മടങ്ങി വരുന്നതുമാണ്. എന്നാൽ ഈ മറുപടിയിൽ മറ്റൊരു സംശയം ജനിക്കുന്നുണ്ട്. കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എപ്പോഴും നബിത്തങ്ങൾക്ക് സലാത്തും സലാം നേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ സമയവും സലാം അടക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമല്ലോ. പിന്നെ ശ്രദ്ധ മടങ്ങുമെന്ന് പറഞ്ഞതിനർത്ഥം കാണില്ലല്ലോ. പരലോകത്തെ കാര്യങ്ങൾ ഭൗതികമായി വിലയിരുത്താൻ പറ്റിയതല്ലെന്നും ബർസഖിയായ ആഖിറലോകത്തെ ജീവിതം പരലോകത്തോടാണ് കൂടുതൽ സാദൃശ്യം പുലർത്തുന്നതെന്നും പ്രത്യശംസത്തിന് നിവാരണമായി പറയപ്പെട്ടിട്ടുണ്ട്. ഇത് ഫാത്തുഹുൽ ബാരിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മേൽ പറഞ്ഞ 5 മറുപടികളിലും ആദ്യത്തേതാണ് പ്രബലം എന്ന് ഇക്കാര്യം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പ്രമാണബദ്ധമായി തന്നെ സമർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഏതാ പറഞ്ഞത്? ഈ പ്രമാണമായിട്ട് നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് പ്രമാണം തന്നെയാണ് എന്ന് ആര് പറയുന്നു? സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്. വല ശക്ക അന്ന ളാഹിറൽ ഹദീസി മുഫാറഖത്തു റൂഹി ലിബദനിഹി ശരീഫി ഫി ബഅദിൽ അവഖാതി വഹുവ മുഖാലിഫുൻ ലി ഹദീസി സാബിഖത്തി എന്നു തുടങ്ങുന്ന ഇബാറത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ പറയുന്നത്? നബിത്തങ്ങളുടെ പുണ്യശരീരവുമായി ചില സമയങ്ങളിൽ ആത്മാവ് വേർപിരിയുമെന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം കാണിക്കുന്നത്. അത് മുമ്പ് പറഞ്ഞ ഹദീസുകളോട് എതിരാണ്. അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ പല മറുപടികളും എനിക്ക് തുറന്നു കിട്ടുകയുണ്ടായിട്ടുണ്ട്. അവയിൽ വെച്ച് ഏറ്റവും ശക്തമായ മറുപടി ഇതാണ്: അറബി ഭാഷയിൽ നൈപുണ്യം നേടിയവർക്കു മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതിങ്ങനെ മനസ്സിലാക്കാം? ഹദീസിൽ പറഞ്ഞ റദ്ദല്ലാഹു എന്നത് ഹാലിയായ ജുംലയാണ്. മാദിയായ ഫിഇലിൽ ഹാലിയായ ജുംലയായി വന്നാൽ അതിൽ ഖദ് എന്നുള്ളത് സങ്കല്പിക്കണമെന്നാണ് അറബി ഭാഷയിലെ നിയമം. വിശുദ്ധ ഖുർആൻ നിസാ സൂറത്തിൽ 89-ാമത്തെ വചനത്തിൽ വന്ന ഹുസിറത്ത് സുദൂറുഹും എന്നത് അതിന് ഉദാഹരണമാണ്. ഖദ് ഹുസിറത്ത് സുദൂറുഹും എന്ന് പറഞ്ഞല്ലോ, അവിടെ അതിനുദാഹരണമാണ്. അവിടെ ഖദ് ഹുസിറത്ത് എന്നാണ് അർത്ഥം. പ്രസ്തുത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചിത ഹദീസിനെ വിലയിരുത്തുമ്പോൾ അതിലും ഖദ് എന്ന അക്ഷരം സങ്കല്പിച്ചേ മതിയാവൂ. അപ്പോൾ ആത്മാവിനെ മടക്കുക എന്നത് എല്ലാവരുടെയും സലാമിൻ്റെ മുമ്പ് സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം ലഭിക്കുന്നു. ഹദീസിൽ പറഞ്ഞ ഹത്താ എന്ന അക്ഷരം കാരണത്തെ കാണിക്കാനുള്ളതല്ല, പ്രത്യുത രാവിൻ്റെ അർത്ഥത്തിലുള്ള അത്തിഫിൻ്റെ അക്ഷരം മാത്രമാണത്.
ഇതനുസരിച്ച് ഹദീസിന്റെ വിവക്ഷ ഇങ്ങനെ വായിക്കാം: ഒരാളും എനിക്ക് സലാം പറയുകയില്ല അതിനു മുമ്പ് അള്ളാഹു എനിക്ക് ആത്മാവ് തിരിച്ചു നൽകിയിട്ടല്ലാതെ. അങ്ങനെ ഞാൻ സലാം മടക്കും. റദ്ദല്ലാഹു അലയ്യ റൂഹി എന്ന വാക്യം വർത്തമാന കാലത്തെയോ ഭാവി കാലത്തെയോ കാണിക്കുന്നതാണെന്നും ഹത്ത എന്ന അക്ഷരം കാരണത്തെ കാണിക്കുന്നതാണെന്നും അനുമാനിച്ചതാണ്. പ്രസ്തുത സംശയം ജനിക്കാനുള്ള കാരണം, എന്നാൽ കാര്യം അതല്ല. അതിനാൽ ആ ആശയം വേരോടെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് ആര് പറയുന്നത്? സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ പ്രാമാണികമായ എല്ലാ രേഖകളും ഏകദേശ തെളിവുകൾ, നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഇനിയും രേഖകൾ കുറേ സംസാരിക്കാനുണ്ട്. നബിത്തങ്ങളെ, മൗലിദ്, മദ്ഹുകളെ, നബിത്തക്കും കുറച്ചൊക്കെ രേഖ പ്രമാണബദ്ധമായി നമുക്ക് സംസാരിക്കാനുണ്ട് ഇൻഷാ അള്ളാഹ്. പിന്നീട് ഒരു സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കാം. ഇത്രയേറെ തെളിവുകൾ നിരത്തിയിട്ടും ചില ആളുകൾക്കൊക്കെ എന്തുകൊണ്ടാണ് സംശയം ജനിക്കുന്നതല്ല സംശയം വരുന്നത്? ഹബീബിൻ്റെ കാര്യത്തിൽ അത് വേണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായ നബിത്തങ്ങളുടെ ജന്മദിനം അത് ആഘോഷിക്കേണ്ടതാണ്. ആഘോഷിച്ചാൽ പുണ്യം കിട്ടുന്നതാണ്. പുണ്യം ലഭിച്ചേ മതിയാകൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഹബീബ് നബിത്തങ്ങളുടെ പേരിലുള്ള ജന്മദിനം ആഘോഷമാണ്, വേറെ ആരുടെയും ജന്മദിനമല്ല നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആഘോഷം പുണ്യമാണ്, അല്ലാതെ ബിദ്അത്തായിട്ട് ഒരിക്കലും പണ്ഡിതന്മാരോ അലിമീങ്ങളോ ഔലിയാക്കളോ ഇമാമിങ്ങളോ ഒരിക്കലും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരോടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു നല്ല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.